സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വചനചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്നു. അകലെ നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. 10 കുഷ്ഠരോഗികൾ കർത്താവിന് എതിർപ്പെടുന്നതാണ് നാം ഇവിടെ കാണുന്നത്. കുഷ്ഠരോഗികൾക്ക് അവരുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അവർ യേശുവിങ്കിൽ നിന്ന് അകലം പാലിച്ചു. എന്നാൽ അവർ സ്വയം പഴിക്കുകയോ അവരുടെ അവസ്ഥയോർത്ത് ദുഃഖിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നവർ ആയിരുന്നില്ല. അവർ തങ്ങളുടെ ശബ്ദമുയർത്തി തങ്ങളെ തന്നെ വെളിപ്പെടുത്തി. യേശു അവരുടെ ശബ്ദം കേട്ടു. ഇന്ന് അനേക ആയിരങ്ങൾ പാപജീവിതത്തിന്റെ അശുദ്ധിയിൽ അവരുടെ ജീവിതം നയിക്കുന്നു. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. തങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന ചിന്തയിൽ ആശയറ്റവരായി കഴിയുന്നവർ. എന്നാൽ നിശ്ചയമായും അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കുഷ്ഠരോഗികൾ യേശുവിങ്കിലേക്ക് തിരിഞ്ഞു. ഇന്ന് യേശു അല്ലാതെ അവരുടെ പ്രശ്നത്തിന് പരിഹാരകൻ മറ്റൊരാളില്ല. നമ്മുടെ ജീവിതത്തിലെയും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുവാണ്. ആ കുഷ്ഠരോഗികളെ പോലെ നാമും നമ്മുടെ ശബ്ദമുയർത്തണം. യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതിന്റെ അർത്ഥം പരിഹരിക്കപ്പെടാതെയുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നും എനിക്കതിന് സഹായം ആവശ്യമാണ് എന്നുമാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞാണ് നാം ദൈവത്തെ വിളിക്കേണ്ടത്. ആ കുഷ്ഠരോഗികൾ നായക എന്ന് അഭിസംബോധന ചെയ്താണ് യേശുവിനെ വിളിച്ചത്. അവരുടെ മറുഭാഗത്ത് നിൽക്കുന്നവൻ തങ്ങളെ പോലെയുള്ള ഒരുവനല്ല, രക്ഷിതാവും നായകനുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ അവർ ബോധവാന്മാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞ് നാം ദൈവമുഖം അന്വേഷിക്കുന്നവരാണോ? നമ്മുടെ യഥാർത്ഥ രോഗം പാപമാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച വേദനകളെ ചുമന്ന ഈ യേശു നായകന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമുക്ക് നന്ദി പറയാം. സ്വർഗീയ പിതാവേ, പാപകുഷ്ഠത്താൽ നിറയപ്പെട്ട ഞങ്ങളെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ് അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിച്ചതിനാൽ നന്ദി. ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്ക് മുന്നിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പാപാന്തകാരത്തിൽ ആണ്ടിരുന്ന പതിതനായ മനുഷ്യനെ വീണ്ടെടുത്ത പാവന സ്നേഹത്തിൻ വചനങ്ങളുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്.